R7 30 സെക്കൻഡ്സിന് സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യേ. ഓ നോ, 5 സെക്കൻഡ് കൂടിപ്പോയി. ഞാൻ ഇനിയും ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോ പ്രതീക്ഷിക്കുന്നത്, അതായത് നമ്മുടെ എക്സിബിഷൻ സെന്റർ നമ്മുടെ ഈ അത്ഭുതകരമായ വെബ്ഗ്യൂർ ട്രീസ് കാരണം ലോകമെമ്പാടും വളരെ പോപ്പുലർ ആവും. വളരെ വ്യത്യസ്തമായ എക്സിബിഷൻ സെന്റർ ആയിരിക്കും. അയ്യോ, എന്ന് വെച്ചാ ഈ സ്ഥലം ലോക പ്രസിദ്ധമാകുമെന്ന് പറയേ. എന്താ ശരിയല്ലേ? നിങ്ങളിപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് കഥ പറയുന്നതിന് പകരം എക്സിബിഷൻ സെന്റർ കാണിക്കേ. തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് വരൂ. പൂക്കളുടെ സുഗന്ധം കണ്ടായിരുന്നു? എന്റെ ദൈവമേ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. ഇതാണ് വളരെ ഫേമസ് ആയ വെബ്ഗ്യൂർ ട്രീ. ഈ 7 ട്രീസിന്റെ കളർ റെയിൻബോയുടെ 7 ഡിഫറെന്റ് കളേഴ്സിലാ ഉണ്ടാവുക. V for violet, I for indigo, B for blue, G for green, Y for yellow, O for orange and R for red. അതുകൊണ്ടാണ് ഇതിന് വെബ്ഗ്യൂർ ട്രീ എന്ന് പേരിട്ടത്. അതേതായാലും കലക്കി. ഈ മരം കാണാൻ എന്തൊരു രസമാണ്. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ ജോലി ഭംഗിയായിട്ട് തീർത്തിരിക്കുന്നു. ഇതെന്ത് പറ്റി? ഇവിടെയുള്ള പൂക്കളൊക്കെ കരിഞ്ഞു പോയല്ലോ. മമ്മി, അതിനിടയ്ക്ക് ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാ ഇതൊക്കെ? ഒരു മിനിറ്റ് നിക്കേ. കീക്കോ, എനിക്ക് തോന്നുന്നത് ആരോ ഇതിന്റെ മേളിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്നാണ്. അതെ, അതുകൊണ്ടാണ് ഈ ട്രീസിന്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയായി പോയെന്ന് തോന്നുന്നു. ഇത്രയും നേരം എല്ലാം ശരിയായിരുന്നു. അതായത് എന്താണ് സംഭവിച്ചത്? അതൊരു അല്പസമയത്തിന് മുമ്പാണ് സംഭവിച്ചത്. പക്ഷേ ആ കള്ളനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ CCTV ക്യാമറയൊന്നും ഇല്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. കഴിഞ്ഞ 5 മിനിറ്റിനുള്ളിൽ ഈ എക്സിബിഷൻ സെന്ററിൽ നിന്ന് ഏതൊക്കെ മൊബൈൽ സിഗ്നൽസ് എക്സിറ്റ് ആയിട്ടുണ്ടോ അതുപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടെത്താം. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. മൊബൈൽ ടവറിൽ കണക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാം. ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്ത് ഇത്ര ദൂരം പൂക്കളെ കാണാനാ വന്നത്. ജോലി പണിയൊന്നുമില്ലാതെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ടോണി ബോസ് ബിസി ആയതുപോലെ അഭിനയിക്കും. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ, കുറച്ചു മുമ്പ് ഇവിടുന്ന് ആരോ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് വളരെ ഈസിയാ സൂപ്പർ സ്പീഡോ. അവന്റെ മൊബൈൽ നമ്പർ വെച്ച് ഇപ്പൊ തന്നെ അവനെ നമുക്ക് ട്രേസ് ചെയ്യാം. ഇത് കണ്ടോ, ഫ്രെഡി എന്ന് പേരുള്ള ഒരാൾ ഇപ്പൊ ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ശരി, ആ ഫ്രെഡി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ വരൂ കീക്കോ, ലെറ്റ്സ് കാച്ച് ഹിം. ഇപ്പൊ നമുക്ക് ഫ്രെഡിയുടെ അഡ്രസ്സും കിട്ടിയല്ലോ. നിങ്ങൾ രണ്ടുപേരും ചെന്ന് അവനെ പിടിക്കേ. അതിനു മുമ്പ് ഞാൻ ഈ കെമിക്കൽ ഏത് കെമിക്കലാണെന്നൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ.
ഫ്രെഡി പുറത്തേക്ക് വന്ന ഉടനെ നമുക്ക് അവനെ പിടിക്കാമല്ലേ? വേണ്ട സൂപ്പർ സ്പീഡോ, ആദ്യം ആ ഫ്രെഡിയോട് നമുക്ക് നേരിട്ട് സംസാരിച്ചു നോക്കാം. കീക്കോ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഫ്രെഡി. ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരുമോ? നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ, തീർച്ചയായിട്ടും വരാലോ. ഒരു 2 മിനിറ്റ് ഇപ്പൊ വരാം കേട്ടോ. മിസ്റ്റർ ഫ്രെഡി, പുറത്തേക്ക് വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അവൻ എന്തെങ്കിലും കുലുമാലൊപ്പിക്കുമെന്നാണ്. സൂപ്പർ സ്പീഡോ, ആ ഡോർ തല്ലിപ്പൊളിക്കേ. നൈസായിട്ട് എസ്കേപ്പ് ആയി കണ്ടില്ലേ? വേഗം ആ സൂപ്പർ സ്പീഡോ, നമുക്ക് അവനെ ഫോളോ ചെയ്യാം. രാജൻ, വേഗം നിന്റെ ആളുകളുമായി ഇങ്ങോട്ട് വരൂ. കീക്കോയും സൂപ്പർ സ്പീഡോയും എന്നെ ഫോളോ ചെയ്ത് വരികയാണ്. അല്ല, അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 78. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 78. വേഗം ആ ഡയറക്ഷനിലേക്ക് ചെല്ലു സൂപ്പർ സ്പീഡോ. ഫ്രെഡി അങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക. ഓക്കേ കിക്കോ. ഈ സ്ട്രീറ്റ് വളരെ ചെറുതാണല്ലോ സൂപ്പർ സ്പീഡോ. വേഗം, അതിവേഗം R7ലേക്ക് തിരികെ പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഫ്രെഡി, ഇപ്പൊ നീ ഒരു കാര്യം വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്. എക്സിബിഷനിലുള്ള എല്ലാ മരങ്ങളും നശിച്ചു പോവാൻ നീ ഒറ്റ കാരണം. ഇപ്പൊ നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? മര്യാദയ്ക്ക് എന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. ചെയ്ത തെറ്റിന് എല്ലാവരോടും ക്ഷമ ചോദിക്കേ. അർത്ഥമില്ലാതെ സംസാരിക്കുമ്പോ ഫട്ട് ഫട്ട് എന്ന് പറയും. വിരൽ ഞൊടിക്കുന്നതിനുള്ളിൽ കുറ്റവാളിയെ പിടിക്കുന്നവനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. അനക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഇന്നവൻ എത്ര വലിയ കുറ്റവാളിയായിരുന്നാലും ശരി, എവിടെ പോയി പതുങ്ങിയാലും ശരി, ഞാൻ അവനെ കണ്ടുപിടിക്കും. ആണോ? എങ്കിലൊന്ന് അപ്പുറത്തിപ്പുറത്തൊന്ന് നോയിക്കൂടെ? എന്നെ അടിച്ച് തട്ടിക്കളയെന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പൊ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കുന്നത് കണ്ടോ? എന്റെ അമ്മ എനിക്ക് കോൾ ചെയ്തിരിക്കാം. കേക്കോ, നീ ഇവരെ ഹാൻഡിൽ ചെയ്തേക്ക്. അതിനിടയ്ക്ക് ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചിട്ട് വരാം. വേഗമാണ്. അത് നീ കണ്ടില്ലേ കീക്കോ? ഇപ്പൊ നിനക്കേതാ നല്ലതെന്ന് ഞാൻ പറയട്ടെ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 30 സെക്കൻഡ് സമയം തരാം. അതിനുശേഷം എന്ത് സംഭവിച്ചാലും അതിന് അഡ്വാൻസ് ആയി ഞാൻ സോറി ഈ പറയുന്നു. ചെക്കന് ഭയങ്കര ധിക്കാരവാ. ശരിക്കൊരു പാഠം പഠിപ്പിക്കവനെ. R7 30 സെക്കൻഡ്സിന് സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യേ. ഓ നോ, 5 സെക്കൻഡ് കൂടിപ്പോയി. ഞാൻ ഇനിയും ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അവരെല്ലാം ബോധം കെട്ട് വീണു കഴിഞ്ഞു. ഇനി ആ കെമിക്കൽ കണ്ടുപിടിച്ചവന്റെ അഡ്രസ് ആരാണ് പറയാ?
ഓ, അപ്പൊ ഇതൊക്കെ വെനീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? കിക്കോ, റിസർച്ച് ചെയ്ത് നോക്കിയതിൽ ഞാൻ ഒരു കാര്യം കണ്ടെത്തി. ആ കെമിക്കലില് ഒരു അതിഭയങ്കരമായ വൈറസ് ഉണ്ട്. കണ്ടോ? അതൊരു മരത്തെ ക്ഷണനേരം കൊണ്ട് മുഴുവനുമായും നശിപ്പിക്കും. പക്ഷേ ഡോക്ടർ ഖുറാന അങ്കിൾ, നമുക്ക് ഈ വൈറസിനെ കൊല്ലാൻ വേണ്ടിട്ട് ആന്റിവൈറസിനെ ഉണ്ടാക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമുക്ക് റെഡിയാക്കാം. പക്ഷെ അത് റെഡിയാക്കാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആരാണോ ഈ വൈറസ് തയ്യാറാക്കിയത് അവരുടെ കയ്യിൽ ഇതിന്റെ ആന്റിവൈറസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈഷ് മമ്മി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ആന്റിവൈറസ് കണ്ടെത്തിയേ പറ്റൂ. അതല്ലെങ്കിൽ സൺ സിറ്റിയെ പോലെ മറ്റു സിറ്റികളിലെ മരങ്ങളും ഈ വൈറസ് കയറി നശിച്ചു പോകും. ഞാനിത് എന്തു പറയാനാ, ശരിക്കും ഇതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തന്നെയാ. ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാലുണ്ടല്ലോ, ഇവിടെയുള്ള എല്ലാ മരങ്ങളും അവന്മാര് നശിപ്പിക്കും. എത്രയും പെട്ടെന്ന് ആ ആന്റിവൈറസ് കണ്ടെത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം. മരങ്ങൾ മാത്രമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇംപോസിബിൾ. ഒരു കാലത്ത് ഞാനും ഇതുപോലെ വൈറസ് തയ്യാറാക്കി സ്പ്രെഡ് ചെയ്യുന്നവനെ പിടിച്ചു വെച്ച് അടിച്ച് തകർത്തിട്ടുണ്ട്. പിന്നീടാണ് അവൻ കമ്പ്യൂട്ടറിന്റെ ആന്റിവൈറസ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? ആ പിന്നല്ലാതെ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിലന്തിയുടെ വല വന്ന് വീഴട്ടെ. അയ്യോ, എന്ന് വെച്ചാല് ഇയാള് വീണ്ടും കള്ളം പറഞ്ഞിരിക്ക. ഇയാള് കള്ളം പറയാതിരിക്കാനുള്ള ഒരു ആന്റിഡോട്ടും ചേർത്ത് കണ്ടുപിടിക്കേ. പക്ഷെ ഇതുപോലെ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് എന്താണ് ലാഭിക്കാനുള്ളത്? ഇനി ആരായിരിക്കും ഇതിന് പിന്നിൽ? അവരാരാണെന്ന് വെനീസിൽ പോയാലേ കണ്ടെത്താൻ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ഉടൻ തന്നെ വെനീസിലേക്ക് ചെല്ലണം. നിനക്ക് ഫോർമുല നമ്പർ 668 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 666. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്, അത് കാരണം എല്ലാ മരങ്ങളും നശിച്ചു പോകും. ഞാൻ തയ്യാറാക്കിയ വൈറസ് കാരണം എല്ലാ ചെടികളും മരങ്ങളും നശിച്ചു പോകും. ഇതേപോലെ ഞാൻ ലോകത്തുള്ള ഓരോ സിറ്റിയിലുള്ള മരങ്ങളെയും നശിപ്പിക്കും. അതിനുശേഷം ഞാൻ തയ്യാറാക്കിയ ആന്റി വൈറസിനെ വലിയ വിലയിൽ വിറ്റങ്ങ് കാശാക്കും. എന്നിട്ട് ഞാനങ്ങ് സെറ്റിലാവും. ഈ വൈറസിനുള്ള ആന്റിവൈറസ് റെഡിയാക്കാൻ നിനക്ക് ഇനിയും എത്ര സമയം വേണം പറയാ? ഏതാണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു സാർ. ഒരു അല്പ സമയം മതി, ഞാനിപ്പോ കൊണ്ടുവരാം. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്, എല്ലാ ട്രീസും ഒറ്റ നിമിഷത്തിൽ വാടിക്കരിഞ്ഞ് നശിച്ചു പോകും. കുഴപ്പമില്ല, ഈ ആന്റിവൈറസ് വളരെ അത്ഭുതകരമായി വർക്കൗട്ട് ആവുന്നുണ്ട്. ആന്റിവൈറസ് തയ്യാറാക്കാനുള്ള ഫോർമുല ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര ആന്റിവൈറസ് വേണമെങ്കിലും തയ്യാറാക്കാം. അതേതായാലും കലക്കി. ഈ റിസൾട്ട് കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനാണ്. ശരി പോയിക്കോ, ഇന്നു മുതൽ നിനക്ക് ലീവാണ്. എത്ര ദിവസത്തേക്കാ സാർ? നിരന്തരമായിട്ട് ലീവ് എടുത്തോ. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്, ചെടിയും മരങ്ങളും എല്ലാം വാടിക്കരിഞ്ഞ് നശിച്ചു പോകും. ഇവരെ വളരെ രഹസ്യമായ സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ആരും ഇയാളെ കണ്ടെത്താൻ പാടില്ല. കാരണം ഇന്നു മുതൽ ഈ ആന്റിവൈറസ് റെഡിയാക്കാനുള്ള ഫോർമുല അത് എന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്, ചെടിയും മരങ്ങളും എല്ലാം വാടിക്കരിഞ്ഞ് നശിച്ചു പോകും. വെനീസിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. അമേസിംഗിനെക്കാളും വളരെ അത്ഭുതകരമായ അമേസിംഗ്. വെരി വെരി അമേസിംഗ്. ഏതായാലും ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 127 അപ്ലൈ ചെയ്യേ. വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തേക്ക്. ഇത്രയും വലിയൊരു സിറ്റിയിൽ ആ ആന്റിവൈറസ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? വൈറസ് ഉണ്ടാക്കിയവന്റെ കയ്യിൽ തന്നെ ആന്റിവൈറസും ഉണ്ടായിരിക്കും. നമ്മളിപ്പോ അവനെ തേടി കണ്ടുപിടിച്ചേ പറ്റൂ.
സൂപ്പർ സ്പീഡോ, ആ ഡയറക്ഷനിലേക്ക് ആരും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ചെന്ന് നോക്കാം. ഈ വഴിക്ക് ആരും പോകാൻ പാടില്ല. മര്യാദക്ക് ഇവിടുന്ന് തിരിച്ചു പോയിക്കോ. അല്ല, ഞങ്ങൾ പോയില്ലെങ്കിലോ? ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കളയും ഞാൻ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 31. ഓക്കേ വേണ്ടി. ചില ജനങ്ങള് വല വെച്ച് മീൻ പിടിക്കും, പക്ഷെ ഞാനിപ്പോ പിടിച്ചിരിക്കുന്നത് മുതലയെയാണ്. ഈ ഗോഡ്സ് ആണ് ജനങ്ങളെ അങ്ങോട്ട് പോകാതെ തടഞ്ഞു നിർത്തുന്നത്. എന്ന് വെച്ചാൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നർത്ഥം. കീക്കോ, ഇവിടെ കണ്ണെത്തും ദൂരം വരെ വെള്ളം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തന്നെ ഇല്ല. ആ വെള്ളത്തിന് മുകളിൽ ഒന്നുമില്ല. പക്ഷേ വെള്ളത്തിനടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഫോർമുല നമ്പർ 25 അപ്ലൈ ചെയ്യും. ഗ്രേറ്റ് ഐഡിയ ബഡി. അപ്ലൈയിങ് ഫോർമുല 25. എന്റെ ദൈവമേ, വെള്ളത്തിനടിക്ക് ആരാ ഇത്രയും വലിയൊരു ലാബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 246 അപ്ലൈ ചെയ്ത് താഴേക്ക് പോ. ലാബ് ആ ഭാഗത്താ ഉള്ളതെന്ന് തോന്നുന്നു. കീക്കോ, നീ പറഞ്ഞാൽ ഞാൻ ആ ഗാർഡ്സിന് ഒരു വഴിയാക്കിയേക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ രഹസ്യമായി ലാബിനകത്ത് പോയിട്ട് ആ ആന്റിവൈറസ് തേടി കണ്ടെത്താൻ ശ്രമിക്കാം. കിക്കോ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിന്റെ കിക്സിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരൊറ്റ അടി കൊണ്ടപ്പോ നീ ഫ്ലാറ്റ് ആയിരിക്കുകയാണ്. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്. കിക്കോ പോലും ഒരൊറ്റ അടിക്ക് ഫ്ലാറ്റ് ആയി, കണ്ടോ? ഡോക്ടർ വൈറസ്, നിങ്ങൾ ചെയ്തതെല്ലാം സത്യമാണ്. ഈ ചെക്കൻ ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. ഇവൻ എത്ര പവർ ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് കാണാം. ഈ ഹാർഡ് ഡിസ്കിനകത്ത് ആന്റിവൈറസിനുള്ള ഫോർമുലയുണ്ട്. ഇത് ഉപയോഗിച്ചാൽ നിനക്ക് എല്ലാ ട്രീസിനെയും രക്ഷിക്കാൻ സാധിക്കും. എല്ലാ മരങ്ങളെയും എന്റെ വൈറസ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ചില മരങ്ങളെ എന്റെ വൈറസ് അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചിരിക്കും. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്. എല്ലാ മരങ്ങളും ഒരൊറ്റ നിമിഷത്തിൽ നശിക്കും. ഈ മിസൈലിൽ ഞാൻ ആ വൈറസിനെ ഫുൾഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ മിസൈൽസ് ലോകത്തിന്റെ വേറെ വേറെ സിറ്റിയിൽ ചെന്ന് വീഴും. അവിടെയുള്ള എല്ലാ മരങ്ങളെയും നശിപ്പിച്ചിരിക്കും. അതിനുശേഷം ഞാൻ ആ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഈ ആന്റിവൈറസിനെ വലിയ വിലയിൽ വിറ്റ് ഞാൻ കാശാക്കും. ഒരൊറ്റ ദിവസത്തിൽ കോടീശ്വരനായി മാറും. ഡോക്ടർ വൈറസ്, നിങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ റോങ്ങിന് ഒരിക്കലും റൈറ്റിന് ജയിക്കാനാവില്ല. സൂപ്പർ സ്പീഡോ, ഈ ഹൈഡ് ഔട്ടിന് പുറകിൽ 4 മിസൈൽസ് ഉണ്ട്. അതിൽ വൈറസ് ഉണ്ട്. അത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. വേഗം ചെല്ല്, അത് ബ്ലോക്ക് ചെയ്ത് വെക്ക്. ബ്രോ, ഞാൻ ആ മിസൈൽ പറക്കുമ്പോൾ തന്നെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. കൊച്ചുചക്ക, മിസൈൽ വിട്ടുകളാ. നിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ആര് വന്ന് രക്ഷിക്കും? അതിനെ കുറിച്ച് മാത്രം ആലോചിക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് പോയിട്ട് ടോട്ടൽ സിറ്റീസിനെയും രക്ഷിക്ക്. എന്റെ കിക്സ് ഒന്നും ഡോക്ടർ വൈറസിന്റെ പുറത്ത് എന്താ അറ്റാക്ക് ആവാത്തെ? ഞാൻ അത്തരം പവർഫുൾ ആയ ഒരു മരുന്നാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു അല്പം പോലും വേദന അനുഭവപ്പെടില്ല. അതേസമയം എന്റെ അകത്ത് ഇപ്പൊ ഒരുപാട് പവേഴ്സ് ആണ് കേറിയിട്ടുള്ളത്.
ഈ മിസൈൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആന്റി മിസൈൽ യൂസ് ചെയ്യാൻ പോവാണ്. വരൂ, ഇപ്പൊ നമുക്ക് ചെന്ന് കീക്കോയെ ഹെൽപ്പ് ചെയ്യാം. ഡോക്ടർ വൈറസിന്റെ അറ്റാക്ക്! എല്ലാ മരങ്ങളും ഒറ്റ നിമിഷത്തിൽ നശിച്ച് ചാമ്പലാകും. ഇപ്പൊ ഞാൻ എന്റെ മുഴുവൻ പവറും യൂസ് ചെയ്ത് ബ്രില്യന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മരങ്ങളും നശിച്ചു പോകും. ഇക്കോ, നിന്റെ ശക്തി യൂസ് ചെയ്ത് ചിലപ്പോ എന്നെ ജയിക്കാൻ പറ്റും, പക്ഷെ നിനക്കൊരിക്കലും ഈ ഫോർമുല കിട്ടില്ല. ഇപ്പൊ എന്റെ ഈ ഗോഡൌണിന്റെ കൂടെ ചേർന്ന് നീയും നിരന്തരമായിട്ട് വെള്ളത്തിനകത്ത് ജലസമാധിയായി പോകും. താങ്ക് യു സൂപ്പർ സ്പീഡോ. വേഗം ചെന്ന് ഡോക്ടർ വൈറസിനെ ഫോളോ ചെയ്യേ. ഓക്കേ കിക്കോ. റോക്കറ്റ് വെച്ച് ഡോക്ടർ വൈറസിനെ തീർക്കട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, അയാളുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് നമുക്ക് വേണം. അത് വളരെ സേഫ് ആയിട്ട് കിട്ടണം. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്യേ. അമേസിംഗ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 75. ഞാനിപ്പോ ഈ ഹാർഡ് ഡിസ്കിലുള്ള ഫോർമുല യൂസ് ചെയ്ത് ആന്റിവൈറസ് തയ്യാറാക്കി കഴിഞ്ഞു. അതിപ്പോ എല്ലാ റോക്കറ്റ്സിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അത് ആ മരത്തിന്റെ മേലെ വീണ് കഴിഞ്ഞാൽ മരങ്ങളെല്ലാം പഴയതുപോലെ ശരിയാകും. കീക്കോയും സൂപ്പർ സ്പീഡോയും വെബ് ഗ്യൂർ ട്രീസിനെ നശിച്ചു പോകാതെ വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ്. സബാഷ്. കീക്കോ, ഞാൻ ആ സാറ്റലൈറ്റിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഗുഡ് വർക്ക് സൂപ്പർ സ്പീഡോ. കൃത്യസമയത്ത് ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്ത് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേക്ക്.
അയ്യോ മേയറെ, ഇപ്പൊ നമ്മൾ എല്ലാവരും ബാങ്കിനകത്തെത്തി കഴിഞ്ഞു. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. റിലാക്സ് മേയർ അങ്കിൾ, ഇനി നിങ്ങളുടെ ബാങ്ക് ആരും കൊള്ളയടിക്കില്ല. ഇനിയെങ്കിലും പറയേ, ഈ ബാങ്കിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? മേരാങ്ക്, ബാങ്കിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സസ്പെൻസ്. അതെ അതെ, സാധാരണ സസ്പെൻസ് ഒന്നുമല്ല, വളരെ വലിയ സസ്പെൻസ്, സൂപ്പർ ഡൂപ്പർ സസ്പെൻസ്. ഈ സസ്പെൻസ് കാരണം എന്റെ വയറിപ്പോ ഭയങ്കര ടെൻഷനായി പോയി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ശരി ശരി, ഓക്കെ. ഇപ്പൊ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഈ ബാഗിനകത്ത് എന്താ ഉള്ളതെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അയ്യോ, മല തുരന്ന് ഒരു തുരങ്കം ഉണ്ടാക്കിയപ്പോ പുറത്തേക്ക് ഒരു എലി കടന്നു വന്നു. ഇതിനൊക്കെ എന്താ അർത്ഥം? മേയർ അങ്കിൾ, പിഗി ബാങ്കിലുള്ള പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിരിക്കല്ലേ? Come on, മേയർ അങ്കിൾ, ഒരു പിഗ്ഗി ബാങ്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ ചില്ലറയ്ക്ക് വേണ്ടി നിങ്ങൾ ഡോളറിന് ഓർഡർ ചെയ്തു. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? ടോട്ടോ, ഈ പിഗി ബാങ്കിനകത്ത് എന്തുണ്ടെന്നറിയോ? അത് ഡോളറിനേക്കാളും വളരെ വളരെ വലുതാണ്. ദേ ഇത് കണ്ടോ. എന്റെ ദൈവമേ, സ്വർണത്തിൽ ചെയ്ത ബാംഗിൾസോ? അതിൽ ഡയമണ്ട്സ് പതിച്ചിട്ടുണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ? ഇതൊന്നും സാധാരണ സ്വർണ്ണ വളയല്ല. ഇത് വളരെ പഴയതാണ്. വളരെ വിലയുയർന്ന ബാംഗിൾസ് ആണ്. പക്ഷേ മേയർ അങ്കിൾ, ഇത്രയും പഴയതും പാരമ്പര്യവുമായ വളകൾ എവിടുന്നാ കിട്ടിയത്? ഇതെന്റെ മുത്തശ്ശിയുടേതാണ്. എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നലെ എന്റെ വീടിന്റെ സ്റ്റോറും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു പഴയ ബോക്സിനകത്തുനിന്ന് എനിക്കിത് കിട്ടി. അതെ, ആരെങ്കിലും ഇത് അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോയാലോ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബാങ്കിന്റെ സേഫ്റ്റി ലോക്കറിൽ വെക്കാൻ വന്നത്. വളരെ നല്ല കാര്യമാണ് മേയർ അങ്കിൾ ചെയ്തിരിക്കുന്നത്. ബാങ്കിനേക്കാളും സേഫായ സ്ഥലം വേറെ ഒന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. കാരണം മോസം കിങ് ഇവിടെ ഭരിക്കാൻ പോകുമ്പോ ഒരു ബാങ്കും സേഫ് അല്ല, ഏതൊരു ലോക്കറും സേഫ് അല്ല. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇറ്റ്സ് ഓക്കേ. അതുപോലെ തന്നെയാ, എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല. നിനക്ക് എന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയില്ല. കണക്ക് ഓക്കേ അല്ലേ? അയ്യോ, എനിക്കിപ്പോ എന്താണോ വേണ്ടത്? വേറൊന്നും വേണ്ട. ഇത് പിന്നെ അത് പിന്നെ അതും കൂടി, ഇൻ ഷോർട്ട് പൈസയുടെ കൂടെ ചേർത്ത് എല്ലാ സാധനവും എനിക്ക് വേണം. അതെ, ഞങ്ങൾ എന്തിനാ നിനക്ക് തരുന്നത്? കാരണം അതാണ് നിന്റെയൊക്കെ പ്രൊട്ടക്ഷൻ ഫീസ്. പ്രൊട്ടക്ഷൻ ഫീസോ? അതിന് ഞങ്ങൾക്ക് ഒരു അപകടം ഇല്ലല്ലോ. ഞാനാണ് അപകടം. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. അതിവേഗത്തിൽ ഓടുന്ന കുതിരയെ ഇംഗ്ലീഷിൽ ഫാസ്റ്റ് എന്നും മലയാളത്തിൽ ഫടാഫട്ട് എന്നും പറയും. ബാങ്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് നീ ഓടിപ്പിച്ചാൽ അവന് ഡിറ്റക്റ്റീവ് ചാറ്റ്ഫട്ട് എന്ന് പറയും. കാലേക്ക് സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ. ഞാനതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്തോട്ടെ. ഞാൻ വിചാരിച്ചത് സൺ സിറ്റി മൊത്തം തകർക്കുന്നതിന് മുൻപ് നിങ്ങൾക്കെല്ലാവർക്കും അവസാനമായിട്ടൊരു ചാൻസ് തരാമെന്ന് കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാർക്കും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. എല്ലാം നശിച്ചാലേ നിങ്ങൾ പഠിക്കൂ അല്ലേ? എങ്കിൽ ശരി, എല്ലാതും നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ട് കരിക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. ഓസം കിങ്ങിന്റെ മാജിക് പവർ. ആകാശത്ത് നിന്നും തീ പോലുള്ള വെയിൽ ബാങ്കിന്റെ മുകളിൽ പതിക്കട്ടെ. ഇത്ര പെട്ടെന്ന് കോൺ എങ്ങനെ പോപ്കോണായി മാറിയത്? അയ്യോ, പെട്ടെന്ന് ഈ ക്ലൈമറ്റ് എന്താ ഇത്രയ്ക്ക് ചൂടായി മാറിയത്? ചൂട് കൂടുതലായതുകൊണ്ട് സാധനങ്ങൾ തന്നെത്താൻ കത്തുകയാണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ.
ബാങ്ക് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എല്ലാവരും പുറത്താക്കണം. വേഗം വാ, എല്ലാവരും ഇവിടുന്ന് വേഗം പുറത്തു പോയിക്കോ. എന്റെ അച്ഛന്റെ അമ്മയുടെ വളയാണിത്. അതിന് ഒരിക്കലും ഞാൻ ഈ തീക്കരയാകുവാൻ സമ്മതിക്കില്ല. നേരെ ആദ്യം നിങ്ങൾ ഈ ബാങ്കിൽ നിന്നൊന്ന് പുറത്തേക്ക് വാ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വളയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കരി പോലെ കരിഞ്ഞു പോകും. വേഗം വരും മേരെ, വേഗം വാ. ഈ തീയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ബാങ്കിലുള്ള തീ വേഗം അണച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 256. വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ നോക്കാണല്ലേ? എന്നാൽ വെള്ളമങ്ങ് വറ്റിപ്പോയാലോ? അപ്പോ നീ എന്താടാ ചെയ്യ? വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടുകരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. അതിനിടയ്ക്ക് വെള്ളം എങ്ങനെയാണ് വറ്റിപ്പോയത്? കീക്കോ, അതെങ്ങനെയാന്നറിയില്ല. ലേക്കിലുള്ള വെള്ളം എങ്ങനെയാണ് വറ്റിപ്പോയത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഒരു മിനിറ്റ്, ഇതിന്റെ ഒക്കെ പുറകിൽ ആ മോസം കിങ് ആയിരിക്കോ? സംശയിക്കേണ്ട, ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഞാൻ തന്നെയാണ്. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടുകരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. മോസം കിങ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ റോങ് ആണ്. ബാങ്കിലെ തീ അണച്ചിട്ട് റൈറ്റായ കാര്യങ്ങൾ മാത്രം ചെയ്യ്. ഓക്കെ കിക്കോ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റാം. ടോണി ബോസ്, ഇന്ന് ബാങ്ക് മൊത്തം മഴയിൽ കുളിച്ചു. നിങ്ങളും ഒരു പ്രാവശ്യം കുളിച്ചേക്ക്. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഡോഡോ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ടോണി ബോസ് മാത്രം ദിവസവും കുളിക്കില്ല. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കിക്കോ, ഞാനിപ്പോ റൈറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി റൈറ്റ് ആയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നീയാണ്. എന്നുവെച്ചാ നീ നിന്റെ പ്രൊട്ടക്ഷൻ ഫീസിനെ കുറിച്ച് സംസാരിക്കാണോ? അല്ല കിക്കോ, ഇപ്പൊ എനിക്ക് കാശ്, സ്വർണം, വെള്ളി അതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ വെറും മായാജാലമാണ്. ഞാൻ അതിൽ നിന്ന് എപ്പോഴോ പുറത്തു വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ് വേണ്ടത്? സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. എനിക്ക് ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. ഈ സൺസിറ്റിയെ ഞാൻ തന്നെ ഭരിക്കണം. രാജാവിന്റെ കിരീടം എന്റെ തലയിൽ അണിയണം. സൺസിറ്റിയിൽ എന്റെ സ്റ്റാച്ചു വെക്കണം. എന്നുവെച്ചാ നീ സൺസിറ്റി അപകരിക്കാൻ ശ്രമിക്കുകയാണല്ലേ? അങ്ങനെയല്ലേ? കറക്റ്റ് കിക്കോ, യു ആർ വെരി സ്മാർട്ട്. ആദ്യം ഞാൻ എന്റെ പ്രൊട്ടക്ഷൻ ഫീസ് വാങ്ങിച്ചോണ്ട് പോകാനാ വന്നത്. പക്ഷേ സൺസിറ്റിയെ ഞാൻ ആ സ്റ്റാച്ചുവിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നിന്റെ സിറ്റി എനിക്ക് വളരെയേറെ ഇഷ്ടമായി. വെൽ ഡൺ മാൻ. സൺസിറ്റിയെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ ഇനിയെല്ലാം എന്റെ ആഗ്രഹം അനുസരിച്ച് ഇവിടെ നടക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. കാരണം ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. സോറി മോസം കിങ്, ഈ കിക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. എന്നാ ഓക്കെ, ഇപ്പൊ നോക്കിക്കോ. മോസം കിങ് തന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു നോക്കിക്കോ. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. എന്റെ ദൈവമേ, പെട്ടെന്ന് വെതർ കണ്ടീഷൻ മാറിയതും എല്ലാം തലകിലായി മാറിപ്പോയല്ലോ. ഒരു ഒറ്റവാക്കിലിനെ കുറിച്ച് പറയണമെങ്കിൽ ഇംപോസിബിൾ. ഇമ്പോസിബിളിനേക്കാളും വളരെയധികം ഇമ്പോസിബിൾ ആണ്. വെരി വെരി ഇമ്പോസിബിൾ. പെട്ടെന്ന് മാറിയ ഈ വെതർ കണ്ടീഷൻ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകും. നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ മുട്ടുകുത്തി ക്ഷമ ചോദിക്കണം. നിങ്ങൾ എന്നെ സൺസിറ്റിയിലെ രാജാവാക്കണം. അയ്യോ, ഇയാൾ ഈ വെതറൊക്കെ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഇയാളെന്തോ സൂപ്പർ ഹ്യൂമനോ മറ്റോ ആണോ? സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല. എല്ലാ കാര്യത്തിന് പുറകിലും തീർച്ചയായും സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ടാവും.
ഈഷ്, മമ്മി, ഇത്രയും മോശമായ ഒരു വെതർ കണ്ടീഷൻ ജീവിക്കുന്നത് കഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മോസസ് കിങ്ങിന്റെ മുൻപിൽ സറണ്ടർ ആയ പറ്റുമെന്നാണ് തോന്നുന്നത്. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ നിങ്ങളും അവന്റെ മുന്നിൽ തലകുനിഞ്ഞ് നിക്ക്. മോസം കിങ് ശരിക്കും ഒരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് തോന്നുന്നു. അല്ല ട്വിങ്കിൾ, മോസം കിങ് ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. റൈറ്റ് എപ്പോഴും റോങ്ങിന് മുൻപിൽ തലകുനിഞ്ഞ് നിൽക്കില്ല. പക്ഷേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഡോണ്ട് വെറി ഗൈസ്, എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ സ്റ്റാച്ചു ഇവിടെ നിർത്തും. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. കാരണം ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. എല്ലാവരും എന്റെ മുന്നിൽ മുട്ടുകുത്തി തലകുനിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങനെ ചെയ്തില്ല. കാരണം കീക്കോയും സൂപ്പർ സ്പീഡോയും റോങ്ങിന് മുൻപിൽ ഒരിക്കലും തലകുനിച്ച് നിൽക്കില്ല. ആണോ? സറണ്ടർ ആവില്ല അല്ലേ? അത് നിന്റെ ഇഷ്ടം. പക്ഷെ ആരെങ്കിലും മോസം കിങ്ങിന് മുന്നിൽ സറണ്ടർ ആയില്ലെങ്കിൽ മോസം കിങ് അവരെ തലയോട് ചേർത്ത് കാറ്റിൽ പറത്തിക്കളയും. വെയിൽ കൊണ്ട് എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും ഞാൻ. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. എന്റെ അമ്മോ! കീക്കോ, ഈ ടൊർണാഡോ വളരെ പവർഫുൾ ആയി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സിസ്റ്റം ഹാങ് ആവുന്ന തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ടൊർണാഡോ ചുറ്റുന്ന ആ ഡയറക്ഷൻ എതിരായിട്ട് ചുറ്റിക്കോ. എന്റെ അടുത്തേക്ക് വരാൻ ട്രൈ ചെയ്യേ. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരുപാട് ഡാമേജ് സംഭവിച്ചു. ഓട്ടോ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്ന തോന്നുന്നത്. ഞാൻ ഫുള്ളായിട്ട് റെഡി ആയതും മോസം കിങ്ങിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. വേണ്ട സൂപ്പർ സ്പീഡോ, ആദ്യം നിന്റെ സീക്രട്ട് ലാബിലേക്ക് പോകാം. മോസം കിങ്ങിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് അവനെ കുറിച്ച് അല്പം റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. സൺ സിറ്റിയുടെ പ്രൊട്ടക്ടേഴ്സ് കിക്കോയും സൂപ്പർ സ്പീഡോയെയും ഞാൻ അയക്കേണ്ട സ്ഥലത്തേക്ക് അയച്ചു. ഇനി സൺ സിറ്റിയെ ഭരിക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. മേയർ, നീ എനിക്ക് കൊട്ടാരം പോലുള്ള ഒരു വലിയ ബംഗ്ലാവ് റെഡിയാക്ക്. പിന്നെ ടെമ്പോണ, ഈ സ്ഥലത്ത് എന്റെ ഒരു ശില്പം നിർത്തേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. എന്താ മനസ്സിലായോ? എന്റെ ആഹാരത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഈ കൊച്ചു പിള്ളേർ ചെയ്യണം. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആകാശത്തെ തലകീഴായി കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് മിന്നൽ വെച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകും. ദേ ഇതുപോലെ എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. അതിനിടയ്ക്ക് ഞാൻ സൺ സിറ്റി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നേക്കാം. അയ്യോയ്യോ, ഡോണ്ട് വെറി മേയറെ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഈ മോസങ്ങിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും രക്ഷിക്കും. ടെമ്പോ അണ്ണാ, ഒരു കാര്യം അറിയോ? ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരു മാസം കിങ്ങിനെ പിടിച്ചു വെച്ചിട്ട് ഇടിച്ച് ചമ്മതിയാക്കി. പിന്നീട് അവൻ പേടിച്ചോടിപ്പോയി. മോസം കിങ് ആയിരുന്നു അവൻ. എന്റെ അടുത്ത് വന്നപ്പോൾ മോസം ജോക്കറായി. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിലന്തി വന്നിട്ട് വല നെയ്യട്ടെ. അയ്യോ, ഈ ടെൻഷൻ പിടിച്ച സന്ദർഭത്തിൽ പോലും മേയർ നമ്മളോട് കള്ളം പറയുന്നത് നിർത്തുന്നില്ല, കണ്ടോ? സൂപ്പർ സ്പീഡോ, ആകാശത്ത് നിന്ന് വെയിൽ, മഴ, മഞ്ഞ് ഇതെല്ലാം ഉണ്ടാവാൻ വെതറാണ് കാരണം. പക്ഷേ ആരെങ്കിലും ഒരാൾ ഈ കാലാവസ്ഥ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ അവർക്ക് കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കീക്കോ, ആർക്കെങ്കിലും കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടത് സൺസെറ്റിൽ സംഭവിച്ച വെതർ ചേഞ്ചിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഇപ്പോൾ സൺസിറ്റിയുടെ മുകളിൽ നിൽക്കുന്ന മേഘങ്ങളുടെ ഇമേജസ് ഇതാണ്. പക്ഷേ നോക്കിയിട്ട് വെതർ മൊത്തം നോർമൽ ആണല്ലോ. ഒരു മിനിറ്റ് ബ്രോ, ദേ ഇത് നോക്കൂ. വളരെ വ്യത്യസ്തമായ ഒരു സാധനം ഇതിലുണ്ട്. സൂം ചെയ്യൂ. ഇതേത് തരം സാറ്റലൈറ്റാ? കാണാൻ വ്യത്യസ്തമാണല്ലോ. ഇതിന്റെ ഇമേജ് കോപ്പി ചെയ്ത് ഇന്റർനെറ്റിൽ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താന്ന് കണ്ടെത്താം.
സൂപ്പർ സ്പീഡോ ഇത് കണ്ടോ? ഇതിൽ എഴുതിയിരിക്കുന്നു അത് വെതർ കൺട്രോൾ സാറ്റലൈറ്റ് ആണത്രേ. ഇത് കണ്ടുപിടിച്ചാൽ തന്നെ വെതർ കൺട്രോൾ ചെയ്യാനാ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതാ ഇത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ് തന്നെ ഫെയിലായി പോയിന്നാ. ഇത് കണ്ടോ, എക്സ്പെരിമെന്റിന് ശേഷം ആ സാറ്റലൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്തു എന്നാ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. ആദ്യം ഈ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച ആളെ കുറിച്ച് മനസ്സിലാക്കാം. ഇതാ മോസം കിങ് തന്നെയാണല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. ആദ്യം സയന്റിസ്റ്റ് പോൾ ആർക്ക് വേണ്ടി ഈ വെതർ കൺട്രോളിംഗ് സാറ്റലൈറ്റ് ഉണ്ടാക്കി. പിന്നീട് അയാൾ ഈ സക്സസ്ഫുൾ സാറ്റലൈറ്റിനെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെച്ചിരിക്കുക. കറക്റ്റ്. ഇപ്പോൾ ഈ മോസം കിങ് ആ സാറ്റലൈറ്റിനെ അപഹരിച്ചിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷേ അവൻ ആ സാറ്റലൈറ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? കാരണം ഞാൻ അവനെ സ്കാൻ ചെയ്തപ്പോൾ അവന്റെ കയ്യിൽ ഒരു കൺട്രോളിംഗ് ഡിവൈസും ഇല്ലായിരുന്നു. മോസം കിങ്ങിന് വ്യത്യസ്തമായ ഒരു ഹാബിറ്റ് ഉണ്ട്. എപ്പോഴും തന്റെ ഷൂ ഇങ്ങനെ തറയിൽ തട്ടിക്കൊണ്ടിരിക്കും. നീ എപ്പോഴെങ്കിലും അവന്റെ ഷൂസ് സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഷൂസിന് ഞാൻ സ്കാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. എന്നാൽ വാ സൂപ്പർ സ്പീഡോ, നമുക്ക് എല്ലാവരോടും ഈ കാര്യം പറയാം. മോസം കിങ് സൂപ്പർ ഹ്യൂമൻ അല്ല, ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറയണം. ഇതിനെയാണ് പറയുന്നത് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുമെന്ന്. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. സൂപ്പർ സ്പീഡോ, ഞാൻ പുറത്തു ചെന്ന് അവനോട് എന്തെങ്കിലും സംസാരിച്ച് ശ്രദ്ധ മാറ്റാം. അപ്പോഴേക്കും നീ ഫോർമുല നമ്പർ 35 ഉപയോഗിച്ച് അവന്റെ ഷൂസ് സ്കാൻ ചെയ്യ്. ഗുഡ് മോർണിംഗ് സയന്റിസ്റ്റ് പോൾ. സയന്റിസ്റ്റ് പോളോ? ഓഹോ, അപ്പൊ നീ എന്നെ കുറിച്ചും എന്റെ സാറ്റലൈറ്റിനെ കുറിച്ചും എല്ലാം കളക്ട് ചെയ്തിരിക്കുകയാണല്ലേ? കറക്റ്റ്. ഇപ്പൊ നമുക്ക് ആ സത്യം എല്ലാവരോടും തുറന്നു പറയാം. നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നാണ് കിക്കോ. നിന്റെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹമായിരിക്കും. നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവില്ല. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. വേഗം പോയിക്കോ സൂപ്പർ സ്പീഡോ. ഇക്കോ, ഇടിമിന്നൽ വീണത് കൊണ്ട് എന്റെ സിസ്റ്റം ഷോർട്ട് സർക്യൂട്ട് ആയി പോയി. വണ്ടി സ്റ്റാർട്ട് ആകാൻ ഒരു അല്പസമയം എടുക്കും. വേഗം ആവട്ടെ സൂപ്പർ സ്പീഡോ, ആ ടോർണാഡോ നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. ബ്രോ, ഞാൻ ആ മോസസ് കിങ്ങിന്റെ ഷൂ സ്കാൻ ചെയ്തു. ഒരു കാര്യം കണ്ടെത്തി. അവന്റെ ഷൂവിനകത്ത് ചില ബട്ടൺസ് ഉണ്ട്. അങ്ങനെയാണ് സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. വെൽ ഡൺ സൂപ്പർ സ്പീഡോ. നമുക്കിപ്പോ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. സൂപ്പർ സ്പീഡോ, ഇനി വിട്ടുവെച്ചാൽ മോസം കിങ് മുഴുവൻ സൺസിറ്റിയും നശിപ്പിക്കും. ഫോർമുല നമ്പർ 245 അപ്ലൈ ചെയ്യുക. ഗ്രേറ്റ് ഐഡിയ ബഡി. മോസം കിങ് ഉണ്ടാക്കിയ ആ വെതറിനെ ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളോട് പകരം വീട്ടാതെ ഞാൻ വിടില്ല. മാറിപ്പോയ വെതർ പോലെ കിക്കോയെയും സൂപ്പർ സ്പീഡോയെയും ഞാൻ ടോട്ടലി മാറ്റിമറിക്കും. സൂപ്പർ സ്പീഡോ, പെട്ടെന്ന് മാറുന്ന ഈ വെതർ അറ്റാക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേ പറ്റൂ. ഫോർമുല നമ്പർ 38 അപ്ലൈ ചെയ്യുക. ഓക്കേ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 38. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിപ്പോയി മോസം കിങ്. ഇനി നമ്മൾ ഓരോ ജോലി ചെയ്താലേ വർക്കൗട്ട് ആവൂ. ഞാൻ ചെന്ന് മോസം കിങ്ങിനെ ഡീൽ ചെയ്യാം. അപ്പോഴേ അവൻ അവന്റെ ഷൂസിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാറ്റലൈറ്റിന്റെ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തിരിക്കൂ. അപ്പോഴേക്കും നീ സ്പേസിലേക്ക് ചെന്ന് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുക. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 59. ഓക്കേ കിക്കോ, അതുപോലെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ ഈ സ്നോയൊക്കെ ഉരുകി പോകും.
കീക്കോ, ഞാൻ ആ സാറ്റലൈറ്റിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഗുഡ് വർക്ക് സൂപ്പർ സ്പീഡോ. കൃത്യസമയത്ത് ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്ത് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേക്ക്. ഓക്കെ, അതാണ് നിങ്ങളുടെ രണ്ടാളുടെ പ്ലാൻ അല്ലേ? എന്നെ ഫൈറ്റിൽ ബിസിയാക്കിയിട്ട് എന്റെ സാറ്റലൈറ്റ് ഡെസ്ട്രോയ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? പക്ഷേ നിന്നെ പോലുള്ള ആളുകൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. കാരണം ഒരേ സമയത്ത് എനിക്ക് 2 ജോലികൾ ചെയ്യാനാവും. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടരിച്ച് ചാമ്പലാക്കും. ഇതായി എത്തിക്കഴിഞ്ഞു മോസം കിങ്. കീക്കോ, മിന്നലിന്റെ അറ്റാക്ക് കാരണം എനിക്ക് സാറ്റലൈറ്റിന്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. മോസം കിങ് ഇപ്പോഴും സാറ്റലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. സ്പേസിലേക്ക് സാറ്റലൈറ്റ് അയച്ച് ജഗജാല കളിയെല്ലാം കളിച്ച നീ ഇതാ കിടക്കുന്നത് കണ്ടില്ലേ? എന്ന് വെച്ചോ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അതേതായാലും കലക്കി കീക്കോ. പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ രണ്ടാളും ചേർന്ന് വീണ്ടും ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി രക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അവനെ ഒരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് വീണ്ടും വിശ്വസിച്ചു പോയി. പക്ഷെ അവസാന നിമിഷം നീ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുന്നു. യു ആർ റൈറ്റ് കിക്കോ. ഈ ലോകത്തെ ഏതെങ്കിലും കാര്യത്തിന് പുറകിലും ഓരോ സയൻസ് ഉറപ്പായും ഉണ്ടായിരിക്കും. ഇതെന്റെ പേഴ്സണൽ ഫൈറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതിൽ ഫൈറ്റ് ചെയ്യാൻ. അയ്യോ കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ കീക്കോയ്ക്ക് ശക്തി കൊടുക്കൂ. മര്യാദയ്ക്ക് ആ ചെക്കനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയിക്കോ. വീണ്ടും ഈ പ്രദേശത്ത് ഒരിക്കലും നിങ്ങളെ കണ്ടുപോരുത്. എന്ത് പറ്റി കീക്കോ? നീ എന്തിനാണ് ഞങ്ങളെല്ലാവരും ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത്? മേരാങ്കിൾ, എനിക്ക് ചൈനയിൽ നിന്ന് ആരോ കത്തയച്ചിട്ടുണ്ട്. അത് വായിക്കാൻ വേണ്ടിയാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇത് കണ്ടോ, സൺ സിറ്റിയിലെ ഹീറോയായ ഇവന് ഒരു സിമ്പിൾ ലെറ്റർ പോലും വായിക്കാൻ അറിയില്ലെന്ന് വെച്ചാ ഇങ്ങോട്ട് താ. ഇത് ചൈനീസിലാണല്ലോ എഴുതിയിരിക്കുന്നത്. എനിക്ക് ചൈനീസ് കഴിക്കാൻ അറിയൂ, വായിക്കാൻ അറിയില്ല. ടോണി ബോസ് എല്ലാ കാര്യത്തിലും എടുത്തു ചാടി ഇറങ്ങും. അവസാനം കുടുങ്ങിപ്പോയി അന്തം വിട്ട് നിൽക്കും. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. വാതിലിൽ വന്ന് ആരെങ്കിലും മുട്ടിയാൽ ഘട്ട് ഘട്ട് എന്ന് ശബ്ദം കേൾക്കും. ഇമ്പോസിബിൾ ആയ ജോലി പോസിബിൾ ആയി മാറ്റുന്നത് അവനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഈ ലെറ്റർ ചൈനയിലെ വലിയ കുംഫു മാസ്റ്റർ ലീ കീക്കോക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. കീക്കോയുടെ സഹായം ചോദിച്ച്. എന്ത് മാസ്റ്റർ കീക്ക് കീക്കോയുടെ സഹായം ആവശ്യമുണ്ടെന്നോ? പക്ഷെ അദ്ദേഹം കുംഫുവിലെ വലിയ ഗുരുവല്ലേ? അതിപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ വേൾഡ് ഫേമസ്. വേൾഡ് ഫേമസിനെക്കാളും വളരെ വളരെ ഫേമസ്. വെരി വെരി ഫേമസ്. യൂണിവേഴ്സ് ഫേമസ്. ഏതാണ്ട് എന്റെ വിശപ്പ് പോലെ. ഞാനിപ്പോ അല്പം കഴിച്ചോട്ടെ. മാസ്റ്റർ ലേക്ക് ചൈനയിൽ ഒരു വലിയ കുങ്ഫു സെന്റർ ഉണ്ട്. അവിടെ 1000കണക്കിന് ട്രെയിനിങ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ എന്നെ എന്തിനാ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ചൈനയിലേക്ക് പോയാലേ കിട്ടൂ.
സ്ഥലം കാണാൻ അതിമനോഹരമായിരിക്കുന്നു. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ പീസ്ഫുൾ. എന്ത് പറയുന്നു ഡോഡോ? എന്റെ ദൈവമേ, ഇവരെന്താ വന്നതും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത്? അയ്യോ ഈ സ്റ്റുഡൻസ് ഇവിടെയുള്ള പീസ് എല്ലാം എന്തിനാ ഇങ്ങനെ പീസ് ആക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താ? പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എന്റെ പല്ല് പോയേ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഡോഡോയെ തല്ലിയത് പറയൂ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഡോഡോയുടെ ഒരു വാക്ക് പറഞ്ഞേ പറ്റൂ. സോറി. സോറി ഞങ്ങള് പറയില്ല, നിങ്ങളെ പറയാൻ പോകുന്നേ. കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ ഇവർക്ക് നേരെ ഒരിക്കലും കൈനീട്ടരുത്. മനസ്സിലായല്ലോ? വീക്കായിരിക്കുന്നവൻ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവനെ എടുത്തിട്ട് പന്താടും ഞാൻ. മാസ്റ്റർ ഡാങ് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ഇത് തന്നെയാണ്. നിനക്ക് എത്ര ധിക്കാരമുണ്ടെങ്കിൽ എന്റെ സ്റ്റുഡൻസിനോട് നീ ഇങ്ങനെ സംസാരിക്കും. ഗുഡ് മോർണിംഗ് മാസ്റ്റർ ഡാങ്. ഫൈറ്റ് തുടങ്ങിയത് ഞാനല്ല. ഫൈറ്റ് നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് തുടങ്ങിയത്. പിന്നെ കീക്കോ ചെയ്ത കാര്യത്തെ 2 വാക്കിൽ പറയണമെങ്കിൽ ദി എൻഡ്. ദി എൻഡിനെക്കാളും ഭയങ്കര എൻഡാണ്. അതിഭയങ്കര എൻഡ്. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഞങ്ങൾ ഇവിടെ മാസ്റ്റർ ലീയെ കാണാനാണ് വന്നത്. അദ്ദേഹത്തിന്റെ കുങ്ഫു സെന്റർ ഇവിടെയല്ലേ ഉള്ളത്? എന്താ ശരിയല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇതിപ്പോ എന്റെ സ്ഥലമാണ്, അതായത് മാസ്റ്റർ ഡാങ്ങിന്റെ കുങ്ഫു സെന്റർ. അപ്പോ മാസ്റ്റർ ലീ എവിടെയുള്ളത്? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങളും ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് കാണാതെ പോകുന്നതിന് മുൻപ് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. സോറി മാസ്റ്റർ ഡാങ്. മാസ്റ്റർ ലീയെ കാണാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല. തീർച്ചയായിട്ടും പോവില്ല, ഒരിക്കലും പോവില്ല. എന്നാ ശരി കീക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എന്താ, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. ഒരുപക്ഷെ നീ വിജയിച്ചാൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഒരുപക്ഷെ ഞാൻ വിജയിക്കുകയാണെങ്കിൽ നീ നിന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇവിടം വിട്ട് ഈ നിമിഷം പോയേക്കണം. സമ്മതമാണെങ്കിൽ പറയൂ. ചാലഞ്ച് ഓക്കേ. പക്ഷെ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഇതുപോലൊരു ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് പറയുന്ന എനിക്കിഷ്ടമല്ല. പറ്റുമെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്ത് കാണിക്കേ. ശരി, പക്ഷെ നിങ്ങൾ വീക്കായ ആളുകളുടെ മേത്ത് കൈവയ്ക്കുന്നത് വളരെ തെറ്റാണ്. അതെന്നും ഓർമ്മയിരിക്കട്ടെ. കീക്കോ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. കീക്കോ, വെറുതെ സംസാരിച്ച് നീ സമയം കളയണ്ട. ധൈര്യമുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്ത് കാണിക്കേ. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ധൈര്യശാലിയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് കാണിക്കേ. വീക്ക് ആയിട്ടുള്ളവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവരെ എടുത്തിട്ട് പന്താടും ഞാൻ. മാസ്റ്റർ ഡാങ്, ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ മാസ്റ്റർ ഡാങ് ചെയ്ത കാര്യമുണ്ടല്ലോ, അത് 2 വാക്കിൽ പറയണമെങ്കിൽ ബാങ് ബാങ്. എന്റെ ദൈവമേ, ഒരുപാട് ഈഗിൾസ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. കീക്കോ, ഞാൻ സമ്മതിച്ചു. നോർമൽ കുംഫുവിൽ നീ എന്നെക്കാളും ബെറ്റർ ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്റെ ഈ സ്പെഷ്യൽ സ്റ്റൈൽ ഓഫ് കുംഫുവിനെ നീ എങ്ങനെ ഫേസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. വീക്ക് ആയിരിക്കുന്നവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിരിക്കുന്നവരെ ഞാൻ എടുത്തിട്ട് പന്താടും. മാസ്റ്റർ ഡാൻ, അങ്ങനെ പാഠം പഠിപ്പിക്കുന്നവനാണ് ഞാൻ. നീ എന്താ സൂപ്പർ സ്പീഡോ ഇനിയും വിളിക്കാതിരിക്കുന്നത്? വേണ്ട മേയർ അങ്കിൾ, ഇത് ഒറിജിനൽ ഈഗിൾസ് ആണ്. സൂപ്പർ സ്പീഡോ ഇങ്ങോട്ട് വന്നാ ഇവർക്ക് മുറിവേൽപ്പെടും. ബേർഡ്സിനെ മുറിവേൽപ്പിക്കുന്നതല്ല എന്റെ ലക്ഷ്യം. മറ്റൊരു കാര്യം, ഇതെന്റെ പേഴ്സണൽ ഫൈറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതിൽ ഫൈറ്റ് ചെയ്യാൻ.
അയ്യോ കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മമ്മി, എന്റെ കീക്കോയ്ക്ക് ശക്തി കൊടുക്കൂ. മര്യാദയ്ക്ക് ആ ചെക്കൻ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയിക്കോ. വീണ്ടും ഈ പ്രദേശത്ത് ഒരിക്കലും നിങ്ങളെ കണ്ടുപോരുത്. സൂപ്പർ മാസ്റ്റർ ഡാങ്, നിങ്ങൾ കലക്കി കളഞ്ഞു. നിങ്ങൾ കീക്കോയെ തോൽപ്പിച്ചിരിക്കുകയാണ്. നീ പറഞ്ഞ ശരിയാണ്. ഈഗിളിന്റെ മുകളിൽ ചാടി കയറി എന്ന് ഫൈറ്റ് ചെയ്യുന്ന ആ സ്പെഷ്യൽ ടെക്നിക് ഞാൻ ലീഡ് അടുത്ത് നിന്നാണ് പഠിച്ചത്. ഈ കാര്യത്തിൽ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. മാസ്റ്റർ ലീക്ക് മാത്രമേ അതിന് കഴിയൂ. പക്ഷേ മാസ്റ്റർ ലീക്ക് ഒരുപാട് വയസ്സായി പോയില്ലേ? ഇനി അദ്ദേഹം എങ്ങനെയാ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അയാൾ വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ അയാൾ ഈ ടെക്നിക്ക് മറ്റുള്ള ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അയാൾ ഈ ടെക്നിക്ക് വേറെ ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാസ്റ്റർ ലീ ഒരു സ്ഥലത്ത് അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അയ്യോ, എന്തൊക്കെയോ സംഭവിച്ചു പോയി. കഴിഞ്ഞ ഫൈറ്റിൽ കീക്കോയെ ഒരുത്തൻ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ടെമ്പോണ്ണ, അത് വളരെ സ്പെഷ്യലായ ഒരു ടെക്നിക്കാണ്. അതിന് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു മെത്തേഡും എന്റെ കയ്യിലില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം മാസ്റ്റർ ലീയെ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തോ അപകടത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാ. പക്ഷേ നമ്മൾ എങ്ങനെയാ അദ്ദേഹത്തെ തേടി കണ്ടെത്തുക? അതിനൊരു വഴിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഗൂഗിളില് മാസ്റ്റർ ലീന്റെ വീട്ട് അഡ്രസ് ഉണ്ട്. ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അടുത്തൊരു ഗ്രാമമില്ലേ, അവിടെയാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. വരൂ, നമുക്കെന്നാൽ അങ്ങോട്ട് പോകാം. അവിടെ ചെന്നാൽ മാസ്റ്റർ ലീയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഗുഡ് മോർണിംഗ്. ഇത് മാസ്റ്റർ ലീയുടെ ഗ്രാമമല്ലേ? അതെ, പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇവിടെയല്ല താമസം. അല്ല, നിങ്ങളൊക്കെ ആരാണ്? മാത്രമല്ല, നിങ്ങൾ എന്തിനാ മാസ്റ്റർ ലീയെ അന്വേഷിക്കുന്നത്? എന്റെ പേര് കീക്കോ. ഞാൻ സൺസിറ്റിയിൽ നിന്നാണ് വരുന്നത്. നീയാണോ കീക്കോ? മാസ്റ്റർ ലീ പറഞ്ഞിരുന്നു നീ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. മാസ്റ്റർ ലീ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഒരു മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്നെ മാസ്റ്റർ ലീയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. കൂട്ടിക്കൊണ്ടു പോവാനോ? ഹാ, അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞേക്ക് കള്ളമാണോ? മാസ്റ്റർ ലീ ഇവിടെ അല്ലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ മാസ്റ്റർ ഡാങ്ങിന്റെ ആളാണെന്നാ. ഒരുപാട് ദിവസമായിട്ട് മാസ്റ്റർ ലീയുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വരികയാണ്. അയാളെ പിടിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഇപ്പൊ മാസ്റ്റർ ലീ എവിടെയാ ഉള്ളത്? മാസ്റ്റർ ലീയെ മാസ്റ്റർ ഡാങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു കിടറ്റിനകത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മാസ്റ്റർ ലീ. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ആ കത്ത് ഞാൻ തന്നെയാണ് നിനക്കത് അയച്ചത് കീക്കോ. എനിക്ക് സ്വന്തമായിട്ടൊരു കുംഫു ട്രെയിനിങ് സെന്റർ ഞാൻ നടത്തുകയായിരുന്നു. അവിടെ എന്റെ സ്റ്റുഡൻസിന് വളരെ വ്യത്യസ്തമായ ഒരു കുംഫു ട്രെയിനിങ് ആണ് ഞാൻ പഠിപ്പിച്ചത്. അക്കൂട്ടത്തിൽ എന്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മാസ്റ്റർ ഡാങ്. അതിനുശേഷം ആ മാസ്റ്റർ ഡാങ് എന്നെ എന്റെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അവൻ ആ സ്ഥലം മുഴുവൻ അപഹരിച്ചെടുത്തു. മാത്രമല്ല, അവനിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് തെറ്റായ കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. വീക്കായ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അവരെ അറ്റാക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് അവൻ ഡോഡോയെ അറ്റാക്ക് ചെയ്തത്. ആയുധം കൈയില്ലാത്തവനെയും പാവങ്ങളെയും ടോർച്ചർ ചെയ്യുന്നവനെ ഒരിക്കലും വെറുതെ വിടരുത്. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ വലിയ കുംഫു ഗുരു അല്ലേ? പിന്നെന്താ നിങ്ങൾ മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നേ? കാരണം എനിക്കിപ്പോൾ ഒരുപാട് പ്രായമായില്ലേ. എനിക്ക് കുംഫു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ എനിക്കാരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ്റ്റർ ഡാങ് അവനൊരു ഗാങ് റെഡിയാക്കിയിരിക്കുകയാണ്. ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ ശ്രമിക്കുകയാണ്. മാസ്റ്റർ ഡാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞത്. നീ മാസ്റ്റർ ഡാങ്ങിനെ കുംഫു ഫൈറ്റിൽ തോൽപ്പിക്കണം. പക്ഷേ മാസ്റ്റർ ലീ, എനിക്ക് മാസ്റ്റർ ഡാങ്ങിന്റെ ആ ഈഗിൾ ഫൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആ ഫൈറ്റ് അറിയില്ല. ഈഗിൾ ഫൈറ്റ് ടെക്നിക് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, അതേക്കിക്കോ. പക്ഷേ നീ മാസ്റ്റർ ഡാങ്ങിനെ വെറുതെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല. ടോട്ടൽ ലോകത്തിന് മുൻപിൽ വെച്ച് അവന്റെ ധിക്കാരത്തെ നീ തകർക്കണം. ഇനിയും ഏതാനും ദിവസങ്ങളിൽ മാസ്റ്റർ ഡാങ് വലിയൊരു കുംഫു കോമ്പറ്റീഷൻ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഫൈറ്റേഴ്സൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യും.
ആരാണോ ജയിച്ച് മുന്നിൽ നിൽക്കുന്നത് അവരവസാനം മാസ്റ്റർ ഡാങ്ങുമായി ഫൈറ്റ് ചെയ്യണം. അയ്യോ അയ്യോ, എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കീക്കോയും ഫൈറ്റിംഗ് മെത്തേഡ്സ് എല്ലാം പഠിക്കാൻ പോവാണോ? ടെമ്പോ അണ്ണാ, ഏത് പ്രായത്തിലും ആർക്ക് വേണമെങ്കിലും എന്തും പഠിക്കാം. അതിന് പ്രായം ഒരിക്കലും തടസ്സമാവില്ല. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ലേണിംഗ്. നീ പറഞ്ഞത് ശരിയാ ട്വിങ്കിൾ. മാസ്റ്റർ ലീ, പ്ലീസ് നിങ്ങൾ അതെനിക്ക് പഠിപ്പിച്ചു തരുമോ? നീ ഇപ്പൊ അത് പഠിക്കണമെങ്കിൽ എനിക്ക് ആ സ്പെഷ്യലി ട്രെയിൻഡ് ഈഗിൾസ് ആവശ്യമാണ്. അതെല്ലാം ഇപ്പോൾ ആ മാസ്റ്റർ ഡാങ്ങിന്റെ കയ്യിലാണുള്ളത്. നോ പ്രോബ്ലം മാസ്റ്റർ ലീ, ഈഗിൾസിനെ ഞാൻ ഉടനെ അറേഞ്ച് ചെയ്യാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 222. ഓക്കെ ബഡി, ഫോർമുല 222 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ റോബോട്ടിക് ഈഗിൾസിനെ റെഡിയാക്കി തരാം. കീക്കോ, ഇപ്പോൾ നീ ഈ പറക്കുന്ന ഈഗിൾസിന്റെ മുകളിൽ ചാടി കയറണം. ഒറ്റക്കാലിൽ നിൽക്കുവാൻ പ്രാക്ടീസും ചെയ്യണം. ഒരു പ്രശ്നവുമില്ല കീക്കോ, വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. മാസ്റ്റർ ലീ, മാസ്റ്റർ ലീ, എനിക്ക് ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതങ്ങനെയല്ല. കീക്കോ, നീ അത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കണം. കീക്കോ, നീ ആദ്യം നിന്റെ കാലിലെ 2 ഫിംഗേഴ്സ് വെച്ച് നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ജമ്പ് ചെയ്ത് അതേ ടോസിൽ നിൽക്കുവാനും പഠിക്കണം. സൂക്ഷിച്ച് ചെയ്യണം. നിന്റെ മൈൻഡ് ആൻഡ് ബോഡി നിന്റെ കൺട്രോളിലായിരിക്കണം. ദേ ഈ ഫെദർ പോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നീ വേറൊരു കാര്യവും ഓർക്കേണ്ടതാണ്. ഈഗിൾസ് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ അപ്പോൾ നീ റൈറ്റ് സൈഡിലുള്ള വിങ്ങിലാണ് ലാൻഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മാസ്റ്റർ ലീ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കീക്കോ, നീ ഈഗിൾ ഫൈറ്റ് ടെക്നിക് വളരെ ഈസിയായി പഠിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിനക്ക് വേറൊരു വ്യത്യസ്തമായ കാര്യം പഠിപ്പിച്ചു തരാം. മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിനക്കത് തീർച്ചയായിട്ടും ആവശ്യം വരും. അതായത് മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നതിന് പകരം ചെവികളെ ഡിപ്പെൻഡ് ചെയ്യണം. ആ സമയത്ത് മാസ്റ്റർ ഡാങ് ശ്വസിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. അത് ബേസ് ചെയ്ത് നീ അവനെ അറ്റാക്ക് ചെയ്യണം. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ചിലങ്കയുടെ ശബ്ദം നല്ലോണം ശ്രദ്ധിക്കേ. ഇപ്പോൾ നീ മാസ്റ്റർ ഡാങ്ങുമായി ഫൈറ്റ് ചെയ്യുവാൻ എല്ലാ രീതിയിലും റെഡിയാണ്.
ദൈവമേ, ഇവിടെ ഒരുപാട് ഫൈറ്റേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഞാനൊരല്പം കഴിച്ചോട്ടെ. വേൾഡ് കുംഫു ചാമ്പ്യൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന കുംഫു ഫൈറ്റേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിനുശേഷം ലാസ്റ്റിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർ ഈ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്യണമെങ്കിൽ അവസാനമായിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മാസ്റ്റർ ലീ, ഇന്ന് നിങ്ങൾ എന്റെ മുൻപിൽ വന്ന് വളരെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വീക്ക് ആയിട്ടുള്ളവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവരെ ഞാൻ എടുത്തിട്ട് പന്താടും. മാസ്റ്റർ ഡാങ്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം അതാണ്. ആരാണ് തെറ്റ് ചെയ്തതെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നീ തന്നെ മനസ്സിലാക്കും. കീക്കോ, എന്റെ ട്രെയിനിങ് സെന്റർ വീണ്ടെടുക്കണം. എന്നിട്ട് ആ മാസ്റ്റർ ഡാങ്കിനെയും തോൽപ്പിക്കണം. കുംഫു ആർട്ടിന്റെ ശരിക്കുള്ള മെത്തേഡ് ജനങ്ങളെയൊക്കെ പഠിപ്പിക്കണം. അതൊക്കെ നിന്റെ കയ്യിലാണുള്ളത്. ഞാൻ ശ്രമിക്കാം മാസ്റ്റർ. നിങ്ങളുടെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ ശ്രമിക്കാം. സൺ സിറ്റിയിൽ നിന്നും എത്തിയിരിക്കുന്ന കിക്കോ ലൈനായിട്ട് വളരെ വലിയ ചാമ്പ്യൻസിനെ പോലും എടുത്ത് പഞ്ഞിക്കിട്ടിരിക്കുക. ചൈനയിലെ ജനങ്ങൾ കിക്കോക്ക് ഫുൾ സപ്പോർട്ട് നൽകുകയാണ്. ഇപ്പോൾ നടന്ന ഈ ലാസ്റ്റ് ഫൈറ്റിൽ കിക്കോ തന്റെ എല്ലാ എതിരാളികളെയും അടിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ കുങ്ഫു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കാനായിട്ട് കിക്കോ മാസ്റ്റർ ഡാങ്ങിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നത് മാസ്റ്റർ ലീ കീക്കോക്ക് ഈഗിൾ ഫൈറ്റ് നന്നായി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. എങ്കിൽ ഇപ്പൊ നമുക്കൊരു കൈ നോക്കാം. എന്റെ ലാസ്റ്റ് അതിഭയങ്കരമായ അറ്റാക്ക് ഇവൻ എങ്ങനെ ഫേസ് ചെയ്യും? ഈഗിൾസ് വളരെ വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുക. എന്റെ കണ്ണിനകത്ത് മുഴുവൻ പൊടി വീണു. എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഫൈറ്റ് ചെയ്യാ? മാസ്റ്റർ ലീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഏർപ്പെടുമ്പോ ചെവികളുടെ പവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ആ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഫുട്ബോൾ മാച്ചിൽ കബഡി കബഡി എന്ന് പറഞ്ഞ ഒരു ഗോൾ കീപ്പർ എല്ലാ സുമേഷിനെയും ബൗണ്ട് ആക്കി കളഞ്ഞു.
എന്താ ഈ പിച്ചുമ്പേ പറയുന്നത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ കിക്കോ മാസ്റ്റർ ഡാങ്ങിനെ തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കിക്കോ ഈ വേൾഡ് കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആയിരിക്കുകയാണ്. സോറി മാസ്റ്റർ ലീ. മാസ്റ്റർ ഡാങ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും വളരെ തെറ്റാണ് ചെയ്തത്. പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല കുട്ടികളെ. മനുഷ്യരായാൽ തെറ്റ് ചെയ്യുന്നവരായിരിക്കും, അത് സ്വാഭാവികമാണ്. നല്ല മനുഷ്യൻ ആരാണെന്നറിയോ? താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ. മാസ്റ്റർ ലീ